ലൗറി ബെത്ത് ജോന തൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകത്തിൽ കുറിച്ചിടുന്ന ചിന്ത, ഒരു വാഗ്മയ ചിത്രമുണ്ട്. എഴുത്തുകാരിക്ക് 10 വയസ്സായി. അവൾ സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസം സായാഹ്നത്തില് അപ്പൻ്റെ പ്രത്യേക സഹായത്തോടെ തനിക്ക് വേണ്ടി ഒരു കൊച്ചു കുളമൊക്കെ ഉണ്ടാക്കി അതിൽ അവൾ ഓമനിച്ച് വളർത്തുന്ന ഒരു താറാവുണ്ട്. ഒരു ദിവസം ലൗറി ജോനാഥ് തിരിച്ചു വരുമ്പോൾ ഇതാ ആ കൊച്ചു കുളത്തിൽ ആ താറാവ് ചത്ത് കിടക്കുന്നു. അവൾക്ക് ഭയങ്കര സങ്കടമായി. അവൾ നിന്ന് കരയുവാൻ തുടങ്ങി. അവളുടെ സങ്കടം മാതാപിതാക്കളിലേക്കും പടർന്നു. അവർ പോകട്ടെ, ഞാൻ വേറെ വാങ്ങിച്ചു തരാം, നമുക്കിത് ഈ കുളത്തിൽ തന്നെ ഇടാം എന്നൊക്കെ പറയുമ്പോഴും ലൗറായിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉടനെ അപ്പനടുത്തുണ്ടായിരുന്ന സുഹൃത്തായ വെറ്റിനറി ഡോക്ടറിനെയൊക്കെ വിളിച്ചു വരുത്തും. എന്തു പറ്റി? ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്ന താറാവ് ഇങ്ങനെ ചത്തുപോകുവാനായിട്ട്. ഡോക്ടർ വന്നിട്ട് വെള്ളത്തിൽ നിന്ന് ആ താറാവിനെ കയ്യിലെടുത്തിട്ട് നോക്കിയിട്ട് കുഞ്ഞ് ലൗറയോട് പറയുന്നുണ്ട്, ലൗറ, ഈ താറാവ് ചത്തുപോകുവാൻ കാരണം ഇത് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയില്ല എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെതല്ലെങ്കിലും വെള്ളത്തിൽ നീന്തി തുടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഓരോ താറാവിനും അതിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം എണ്ണയുണ്ട്. ഇന്ന് ഈ താറാവ് നീന്താൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ശരീരത്തിൽ ആ എണ്ണ വേണ്ടത്ര അത് ഉൽപ്പാദിപ്പിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചോ ലൗറ, ഇത് വെള്ളത്തിൽ നീന്തി തുടിച്ചപ്പോൾ അതിൻ്റെ ചിറകുകളില് തൂവലുകളില് ജലം വലിച്ചെടുത്തു. അതൊരു കല്ല് പോലെ താഴേക്ക് പോയി മുങ്ങിച്ചെത്തു. അതാ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൻ്റെതല്ലെങ്കിലും വെള്ളത്തിൻ്റെതാന്ന പോലെ നീന്തി തുടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഒരു താറാവിനെ സഹായിക്കുക അതിൻ്റെ തൂവലുകൾക്കിടയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം എണ്ണ പോലെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ അല്ലാത്തവരെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കും ഞാനും നിങ്ങളും. വേണ്ടത്ര മുൻകരുതൽ എടുക്കേണ്ടവരാണ്. വഴിയും സത്യവും ജീവനുമായവനെ, ജീവനും പുനരുത്ഥാനവുമായവനെ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഈ ലോകത്തിൻ്റെ അല്ലാതെ ജീവിക്കാൻ, ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കുവാൻ എനിക്കും നിനക്കും സഹായകമാകുന്ന ചില തയ്യാറെടുപ്പുകളിലൂടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. പ്രാർത്ഥനയുടെ തയ്യാറെടുപ്പുകൾ, സ്തോത്രങ്ങളാലും കരങ്ങൾ ഉയർത്തിയുമുള്ള ആരാധനയുടെ തയ്യാറെടുപ്പുകൾ, അത് നമ്മുടെ ജീവിതത്തിനേറെ ആവശ്യമാണ്. പ്രാർത്ഥന കൊണ്ട്, സ്തോത്രം കൊണ്ട് നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് ആവരണം ചെയ്യുവാനായിട്ട് സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്തിൻ്റെതല്ലാതെ സ്വർഗത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്ക് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക പ്രാർത്ഥനയില. അപ്പോൾ പ്രാർത്ഥനയിൽ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട്, സ്തോത്രങ്ങളിൽ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട്, ആരാധനയിൽ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് വേണ്ടത്ര തയ്യാറെടുപ്പ്, ഒരു കവചം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അവിടുന്ന് തന്നെ വേണ്ട വിധം തയ്യാറെടുക്കുന്നത് നമ്മൾ വചനത്തിലെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അതിരാവിലെ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോയെ ശിഷ്യന്മാർ കണ്ടുമുട്ടുന്നുണ്ട്. രാത്രിയുടെ ഏകാന്തതയിൽ വിജനതയില് സ്വർഗപിതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ ഈ ലോകത്തായിരുന്നപ്പോൾ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിന് മുമ്പ് സ്വർഗപിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടായിരുന്നല്ലോ. വേണ്ടത്ര തയ്യാറെടുപ്പുകളിലൂടെ ഈശോ ഓരോ ദിവസവും മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുഴുവൻ രക്ഷാകവചവും അണിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന്
പൗലോസ്ലീഹ നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? വേണ്ടത്ര ഒരുക്കം, വേണ്ടത്ര തയ്യാറെടുപ്പ് നമുക്കുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. നിഷേധങ്ങൾ കൊണ്ട്, തിന്മകൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട്, മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത്, ഈ ലോകത്തിൻ്റെതല്ലാതെ ദൈവത്തിന്റെ മകനും മകളുമായിട്ട്, സ്വർഗത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ എടുക്കേണ്ട ചില തയ്യാറെടുപ്പുകളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഫേസസ് ലേഖനത്തിൽ തന്നെ വീണ്ടും നമ്മളോട് പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. വചനം അങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫേസസ് ലേഖനം 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തൊക്കെയാണത്? തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ കേൾക്കുക, അതിനാൽ സത്യം കൊണ്ടരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാത്താന്റെ കുടില തന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കുവാൻ, അതിനെ വിജയിക്കുവാൻ, ഈ ലോകത്ത്, ഈ ലോകത്തിൻ്റെതല്ലാതെ സ്വർഗത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കുവാനായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. അരകൊണ്ട് നീ മുറുക്കേണ്ടത് എങ്ങനെയാ? സത്യം കൊണ്ട്. സത്യം കൊണ്ട് നീ അരമുറുക്കണം. നീതിയിൽ നീ ഉറച്ചു നിൽക്കണം. സമാധാനത്തിന്റെ പാദരക്ഷ അണിയണം. വിശ്വാസത്തിന്റെ പരിച നിന്നെ മറയ്ക്കണം. രക്ഷയുടെ പടത്തൊപ്പി ഉണ്ടാവണം. വചനം ആത്മാവിന്റെ വാളായിട്ട് നീ കരങ്ങളിൽ പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നിന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അപ്പോൾ ഈ ലോകത്ത്, ഈ ലോകത്തിൻ്റെതല്ലാതെ വിജയികളായിട്ട് മുന്നോട്ട് പോകുവാൻ, ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് അവന് മഹത്വം കൊടുത്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മോശ ഇരുകരങ്ങളും ഉയർത്തിയപ്പോൾ അമലേക്കുമായ യുദ്ധത്തില് ഇസ്രായേൽ മക്കൾ വിജയിച്ചതുപോലെ പ്രാർത്ഥന കൊണ്ട് നിന്റെ ജീവിതത്തിനൊരു കവചം തീർത്തുവാനായിട്ട് നിനക്ക് സാധിക്കണം. അപ്പോൾ പിശാചിന്, അന്ധകാര ശക്തികൾക്ക്, പാപത്തിന്റെ ശക്തികൾക്ക് നിന്നെ സ്പർശിക്കാനായിട്ട് ആവുകയില്ല എന്ന് വചനം സാക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ. അവിടുന്ന് ഇപ്പോൾ നമ്മുടെ മധ്യേ അനുഗ്രഹമായിട്ട്, അവന്റെ അനുഗ്രഹം വചനമായിട്ടും അവന്റെ അനുഗ്രഹം ആത്മാവായിട്ടും നമ്മളിലേക്ക്, ഈ ശുശ്രൂഷയില് കേൾവിക്കാരായിരിക്കുന്നവരിലേക്ക് ഒഴുകിയിറങ്ങുന്ന വിശുദ്ധ നിമിഷമാണിത്. അതുകൊണ്ട് കണ്ണുകളൊന്ന് അടച്ച് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിന്റെ ബുദ്ധിയെ, നിന്റെ അധരങ്ങളെ, നിന്റെ ഹൃദയത്തെ കർത്താവിന്റെ വചനം കൊണ്ട് നിറയുവാനും ആത്മാവിനാൽ അഭിഷേകം കിട്ടുവാനുമായിട്ട് സമർപ്പിക്കുക. നിന്റെ ചിന്തകളില് ദൈവിക ചിന്തകൾ, ദൈവികമായിട്ടുള്ള ചിന്തകൾ നിറയുവാനായിട്ട് നെറ്റിത്തടങ്ങളില് നമുക്കിപ്പോൾ ഒരു കുരിശ് അടയാളം വരയ്ക്കുവാൻ കണ്ണുകളടയ്ക്കുക. കരങ്ങള് കുരിശടയാളം വരയ്ക്കുന്നതിനായിട്ട് മുഷ്ടി ചുരുട്ടി തള്ളുവിരൽ ഉയർത്തി നമുക്ക് നെറ്റിയിലൊരു കുരിശടയാളം വരയ്ക്കാം. ദൈവിക ചിന്തയാൽ എൻ്റെ നെറ്റിയില്, ബുദ്ധിയില് കർത്താവേ അങ്ങ് അനുഗ്രഹമാകണമേ എന്ന്. ദൈവത്തിന്റെ വചനം നമ്മുടെ കൊച്ചു അധരങ്ങളിലൂടെ പുറപ്പെടേണ്ടതിനായിട്ട് നമ്മുടെ അധരങ്ങളില് നമുക്കിപ്പോൾ ഒരു കുരിശടയാളം വരയ്ക്കാം. ദൈവികമായ സ്നേഹ അനുഭവത്തില് കൃപയുടെ അഭിഷേകം നമ്മളിൽ വന്നു നിറയുവാൻ നെഞ്ചിലൊരു കുരിശടയാളം വരയ്ക്കുന്നു. കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, എൻ്റെ ബുദ്ധിയെ നീ സ്വീകരിക്കുക. ദൈവികമായ ചിന്തകളാൽ, ധാർമ്മിക ചിന്തകളാൽ
എൻ്റെ ബുദ്ധിയെ ബലപ്പെടുത്തണമേ. ഈശോയെ, എൻ്റെ അധരങ്ങളെ സ്പർശിക്കണമേ. ദൈവവചനം പറയുവാൻ, നന്മകൾ പറയുവാൻ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുക. എൻ്റെ ഹൃദയ ഭിത്തികളിലേക്ക് നിന്റെ സ്നേഹത്തിൻ്റെ അനുരണനങ്ങൾ പറ്റിപ്പിടിക്കുവാൻ, ദൈവ സ്നേഹാനുഭവത്തില്, ദൈവകൃപയുടെ നിറവില് ഞാനായിരിക്കുവാൻ എൻ്റെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. കരങ്ങൾ മാറോടിനെ ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് നമുക്കൊരു ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ഗായിക സംഘത്തോടൊപ്പം നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തില്, ദൈവത്തിൻ്റെ വചനാനുഭവത്തില്, ദൈവികമായിട്ടുള്ള അഭിഷേക നിറവില് നമ്മെല്ലാവരും ആയിരിക്കേണ്ടതിനായിട്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം നമ്മളെ തന്നെ. രണ്ട് കര ഉയർത്തി യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ വചനത്തിലേക്ക്, ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ഞങ്ങളിത് ഒന്നിച്ച് അങ്ങേ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന, ആരാധിക്കുന്നു. ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗത്തിന്റെ അധിനാഥനായവനെ, ഭൂസ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനോട് ചേർന്ന്, എല്ലാ മെത്രാന്മാരോടും വൈദികരോടും ചേർന്ന്, എല്ലാ സമർപ്പിതരോടും ചേർന്ന് ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ വചന കൂടാരത്തില് എനിക്കിടത്തും വലത്തും മുമ്പിലും പിറകിലും ആയിരിക്കുന്നവരും ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഈ വചന ശുശ്രൂഷ ശ്രമിക്കുന്ന അനേക മക്കളോട് ചേർന്ന് അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ വിടുതല് ഈ ശുശ്രൂഷയുടെ
നിമിഷം മക്കൾ സ്വീകരിക്കാൻ പോകുന്ന നിമിഷങ്ങളാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവേ, നിന്റെ കൃപ പരിശുദ്ധ അമ്മയിലൂടെ അധികമായിട്ട് വർഷിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന, ആരാധിക്കുന്നു. ഓ സ്വർഗത്തിന്റെ അതിനാഥ് ജീവിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രീതിയിലും വിടുതൽ, സൗഖ്യം മക്കൾക്ക് നൽകണം ഈശോയെ. സ്തുതിക്കുന്ന, ആരാധി പൈശാചികമായ ബന്ധനങ്ങൾ വിടുതൽ കൊടുക്കണം ഈശോയെ. സ്തുതിക്കുന്ന, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലവിധ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കണം ഈശോ. കടഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ ഈശോയെ. ഈ വചന ശുശ്രൂഷയിലേക്ക് ഉറ്റുനോക്കുന്ന എല്ലാവരിലേക്ക് നിന്റെ കൃപ വർഷിച്ചാൽ ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഉണർവുള്ള മനസ്സോടെ ആത്മാവിന്റെ ജ്വലനത്തോടെ നമുക്ക് സ്വന്തം സ്ഥാനങ്ങളിൽ ഇരിക്കാം. അഗ്നിയായ കാറ്റായ ആത്മാവ് നമ്മൾ നിറയുവാനായിട്ട് ഈ തുടക്ക നിമിഷത്തിലൊന്ന് ആഗ്രഹിച്ചേക്കണം. ഉയർപ്പിന് ശേഷം ഭയചകിതരായിരുന്ന ശിഷ്യന്മാരിലേക്ക് ദൈവത്തിന്റെ അരൂപി അഗ്നിയായിട്ട് വന്നു നിറഞ്ഞപ്പോൾ ദൈവ ഭയമൊഴികെ ബാക്കിയുള്ള എല്ലാ ഭയങ്ങളും അവരിൽ നിന്ന് വിട്ടകന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന കൂടാരത്തിലിരുന്ന് വചനം കേൾക്കുമ്പോൾ ആത്മാവ് എഴുന്നള്ളി വരികയും ആത്മാവിന്റെ നിറവുണ്ടാവുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഭയമെല്ലാം നീങ്ങണം. മനസ്സിലേക്കൊന്ന് ഓർത്തു കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന മേഖലകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇവിടെ വചനം കേൾക്കാനായിട്ട് ഇരിക്കുമ്പോഴും നിന്റെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ചില മേഖലകൾ ഉണ്ടാകാം. ആ മേഖലകളെ ഒന്ന് ഓർത്തെടുക്കുക. ആത്മാവ് വന്ന് നിറയട്ടെ. ആത്മാവ് എല്ലാ ഭയപ്പെടുത്തുന്ന മേഖലകളിൽ നിന്ന് നിനക്ക് വിടുതൽ തരുവാനായിട്ട് ഇടയാകട്ടെ. കണ്ണുകളടച്ച് ആത്മാവെ എന്നിൽ വന്ന് നിറയുക. ഈ മേഖലകളിലെ എൻ്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഈ മേഖലകളിൽ വിടുതൽ തരണമേ. അഗ്നിയായിട്ട്, കാറ്റായിട്ട് എന്നിൽ വന്ന് നിറയണമേ. എന്റെ ഭയമെല്ലാം നീങ്ങിപ്പോകട്ടെ. ജീവിതത്തിൽ ഏത് കുരിശും സകനവും രോഗവും ഭാരവും ഏറ്റെടുക്കാൻ ബലം തരണമേ ഈശോയെ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വിശുദ്ധ പത്രോസ്ലീഹ പരിചാരയ്ക്ക് മുമ്പ്, ഈശോയുടെ മരണത്തിന് മുമ്പ് പരിചാരിയുടെ മുമ്പിൽ പോലും നിന്നുകൊണ്ട് ഈശോയെ തള്ളിപ്പറയുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. 3 തവണ തള്ളിപ്പറയുന്ന പത്രോസ് ഭയചകിതനായി പോകുന്നുണ്ട്. പിന്നീട് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് ആത്മാവിന് അഗ്നിയായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ ക്രൂശിതനായവനെ ഇറങ്ങിച്ചെന്ന് മധ്യത്തിലായിരുന്നുകൊണ്ട് പ്രഘോഷിക്കുന്ന, പങ്കുവയ്ക്കുന്ന പത്രോസ്ലീഹായി നമ്മൾ കാണുന്നുണ്ടല്ലോ. ഭയചകിതനായവൻ അവന്റെ ജീവിതത്തിൽ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രൂശിതനായവനെ മരിച്ചുത്ഥാനം ചെയ്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവനായിട്ട് മാറി. അവന്റെ ആദ്യത്തെ പ്രസംഗത്തില് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ 3000 പേരെ നേടിയെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ കണ്ണുകൾ അടയ്ക്കുക. നിന്റെ ജീവിതത്തിലെ ചില പ്രയോറിറ്റികളൊക്കെ മാറ്റി കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാൻ നമുക്ക് സാധിക്കും. അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാൻ സാധിക്കും. നിന്റെ ജീവിതത്തിന്റെ 1-ാം സ്ഥാനം അത് ചില മോശപ്പെട്ട ബന്ധങ്ങൾക്കാണോ, ചില പാപങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണോ, ചില ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നതാണോ, വെറുപ്പാണോ, വിദ്വേഷമാണോ, എല്ലാവരോടും അകന്നു കഴിയുന്ന ജീവിതമാണോ? അങ്ങനെ നിന്റെ ജീവിതത്തിന്റെ നീ ഇപ്പോൾ കൊടുക്കുന്ന 1-ാം സ്ഥാനം അത് മാറി മറിയണം. ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. ക്രൂശിതന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം. ആ ഒരു ആഗ്രഹം ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരിക. ആത്മാവേ വന്ന് നിറയുക. രക്ഷകനെന്ന അധീനമായവന് എൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് അവന്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് അവന് മഹത്വം കൊടുത്ത് ജീവിക്കാൻ എന്നിൽ വന്ന് നിറയണമേ. കണ്ണുകളടച്ചങ്ങനെ ആയിരിക്കുക. ആത്മാവിന്റെ ഒരു നിറവിനായിട്ട് നമുക്ക് ഒരു ഗാനം ആലപിക്കാം. ശക്തമായിട്ട് നിന്റെ ഭയപ്പാടുകളെല്ലാം നീ ജീവിതം നീങ്ങിപ്പോകുവാൻ നീ ആത്മാവിനാൽ ഒന്ന് നിറഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ ഈ ലോകത്തിൻ്റെതാക്കി മാറ്റുന്ന
ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, സ്വർഗത്തിൻ്റെ. പക്ഷെ സ്വർഗത്തിൻ്റെതല്ലാതാക്കി മാറ്റുന്ന, ഈ ലോകത്തിൻ്റെതാക്കി മാറ്റുന്ന ചില കാര്യങ്ങൾക്ക് ഞാൻ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്ന് വരികിൽ അതിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിക്കുവാൻ ആത്മാവ് ഒരു വലിയ ജ്വലനമായിട്ട്, ആത്മാവ് ഒരു വലിയ അഗ്നിയായിട്ട്, ആത്മാവ് വലിയ കാറ്റായിട്ട് നമ്മളിലേക്ക് വന്ന് നിറയുവാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുക. ഭയപ്പാടുകൾ നീങ്ങട്ടെ. എല്ലാ രീതിയിലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് വന്നു ചേരുവാൻ ആത്മാവ് ശക്തി തരട്ടെ, നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഈ ശുശ്രൂഷയിൽ നമുക്കിപ്പോൾ ലഭിക്കട്ടെ, വചന ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കട്ടെ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. കുടുംബജീവിതത്തിൽ എല്ലാ ഭയങ്ങളും നീങ്ങിപ്പോകാൻ ആത്മാവ് എഴുന്നള്ളട്ടെ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ് ജ്വലിക്കട്ടെ. ആത്മാവം ദൈവമേ ലോകത്തിനേതല്ലാതായി ജീവിക്കാൻ ആത്മാവ് നിന്നെ നിറയട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ ആത്മാവ് അഗ്നിയായപ്പോൾ ശിഷ്യർ യേശുവിന്റെ കത്തിജ്വലിക്കുന്ന അനുയായികളായിട്ട് മാറി. നിന്റെ കുടുംബ ജീവിതത്തിലും നിനക്ക് കർത്താവിനെ പ്രഘോഷിക്കാൻ സാധിക്കാൻ ആത്മാവ് നിറയട്ടെ, ജ്വലിക്കട്ടെ. ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച ആത്മാവ് നിന്നിൽ നിറയട്ടെ. സ്ഥൈര്യലേപനത്തിലൂടെ നിന്നിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിനക്ക് ശക്തിയായിട്ട് വന്ന് ചേരട്ടെ. ആ ആത്മാവ് നിന്നിൽ ഇപ്പോൾ ജ്വലിക്കട്ടെ. നിന്റെ കുടുംബജീവിത സകലങ്ങൾ, ഭാരങ്ങളും കുടുംബജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ഏറ്റെടുക്കാൻ ശക്തി ലഭിക്കുവാൻ, ഭയം വിട്ടകലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആത്മനിറവിനായിട്ട് ഇപ്പോൾ ഇവിടെ ആയിരിക്കുക. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കുറവുള്ളവരിലേക്ക്, രോഗികളിലേക്ക്, തളർന്നിരിക്കുന്നവരിലേക്ക്, ബന്ധനങ്ങളിൽ പെട്ടുപോയവരിലേക്ക് അവിടുന്ന് ചാഞ്ഞിരിക്കുന്നു. ജീവന്റെ വഴിയും ജീവിതത്തിലേക്കുള്ള വഴിയും കർത്താവിൽ നിന്നും നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, എഴുന്നേൽക്കുക, മുന്നോട്ട് പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ വചനത്തിന് മുമ്പിൽ ഇരുന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ പലതിൽ നിന്നും നമുക്ക് എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ടല്ലോ. നമ്മളെ തളർത്തുന്ന, തകർത്ത് കളയുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, എല്ലാ രീതിയിലും അടിച്ചമർത്തുന്ന എല്ലാ മേഖലകളിൽ നിന്നും കർത്താവിൻ്റെ ഒരു വിടുതൽ ഈ വചനം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കട്ടെ. നിന്റെ തകർച്ചകളിൽ ആശ്വാസമാകുന്ന കർത്താവ് ഇപ്പോൾ നമ്മളിലേക്ക് ഒന്നുകൂടി സ്പർശനമായിട്ട്, അനുഗ്രഹമായിട്ട് കടന്നു വരട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളിലേക്കും കടന്നു വരുവാൻ ഈ വചന നിമിഷങ്ങളിൽ കർത്താവ് തയ്യാറാവുകയാണ്. നമുക്ക് ആ ഒരു ഗാനത്തിൻ്റെ ഈരടികളിലൂടെ ഒന്ന് ഹൃദയത്തിലേക്ക് ആവാഹിക്കുക. നിന്റെ തകർച്ചകളിൽ ആശ്വാസമാകുവാൻ, നിന്റെ രോഗങ്ങളിൽ സൗഖ്യമാകുവാൻ, കടഭാരങ്ങളിൽ വിടുതലാകുവാൻ നിന്നെ തഴുകുന്ന കാറ്റായിട്ട് അവിടെ വരട്ടെ. സാന്ത്വനമായിട്ട് കടന്നു. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് ഈശോ. ഈ മക്കൾ അത് ആഗ്രഹിക്കുന്നുണ്ട് ഈശോ. താരാട്ടു പാടിയുറക്കാൻ ഉറക്കമില്ലാത്ത രാത്രികളിൽ ജീവിതത്തിന്റെ വചനമാകുന്ന എന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ
നിന്നെ താരാട്ടുപാടി ഉറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്നിൽ ആവസിക്കും. ലൂക്കായുടെ സുവിശേഷം 1:35 പല ആവർത്തി നമ്മൾ കേട്ടുകഴിഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരും, അത്യുന്നത ശക്തി നിന്നിൽ ആവസിക്കും. ലോകത്തില് അതുവരെയും സംഭവിക്കാത്തൊരു കാര്യം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇതെങ്ങനെയെന്നുള്ള സംശയമായിട്ട്, ഇതെങ്ങനെയെന്നുള്ള ഉത്കണ്ഠയുമായിട്ട് നിൽക്കുന്ന യൂദയായിലെ മറിയം എന്ന കൊച്ചു പെൺകുട്ടി സ്വർഗം വിട്ട് കടന്നു വരുന്ന മാലാഖയോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഗബ്രിയേൽ മാലാഖ കൊടുക്കുന്ന മറുപടി. ഇതാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. പുരുഷ സ്പർശനമേൽക്കാതെ എങ്ങനെ നീ ഒരു കുഞ്ഞിന് ജന്മമേകും? ഇത് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയൊരു കാര്യം. അത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ മാലാഖ കൊടുക്കുന്ന ഉത്തരം: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിന്റെ ശക്തി നിന്നിൽ ആവസിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പലതിനും ഉത്തരം കിട്ടാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെന്ന് വരികിൽ ഈ വചനം ശക്തമായിട്ട് നമ്മളിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ അനുവദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ പോകുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടും. ജീവിതത്തിൽ നീ തീരുമാനമെടുക്കാതെ പോകുന്ന വഴികളിലൊക്കെ നിനക്ക് കൃത്യമായ തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കും. നിന്റെ ജീവിത പങ്കാളിയോടൊത്തുള്ള ജീവിതത്തില്, നിന്റെ മാതാപിതാക്കളോടൊത്തുള്ള ജീവിതത്തില്, നിന്റെ മക്കളോടൊത്തുള്ള ജീവിതത്തില് പലതിനും ഉത്തരം കിട്ടാതെ പോകുന്നില്ലേ? ഇതെങ്ങനെ നടത്തും, ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഴങ്ങി നിൽക്കുമ്പോൾ, നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ ഈ വചനം നിനക്കുള്ള ഉത്തരമായിട്ട് മാറുകയാണ്. ദൈവത്തിന്റെ ശക്തി നിന്നിൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പിന്നെ നീ ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. നിന്റെ ശങ്കകൾക്കും സംശയങ്ങൾക്കുമൊക്കെ കൃത്യത വരുത്തുന്ന ആത്മാവ് നിന്നിൽ നിറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അത് അങ്ങനെ നമ്മളിൽ നിറയുകയും പരിശുദ്ധ ശക്തിയാല് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരം കിട്ടാതെ പോകുന്ന, എന്തുകൊണ്ടിങ്ങനെ അടിക്കടി കടഭാരങ്ങൾ, എന്തുകൊണ്ടിങ്ങനെ അടിക്കടി രോഗങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ മാത്രം മരണങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ മാത്രം അപകടങ്ങൾ, സംശയങ്ങളാ, ഉത്തരമില്ലാതെ പോവുകയാ. ആരോട് ചോദിച്ചാലും ഉത്തരമില്ലാതെ പോവുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിന്നിലേക്ക് വരട്ടെ. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരം, അതിനെയൊക്കെ മറികടക്കാനുള്ള ശക്തി, ആത്മീയമായ ബലമൊക്കെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് കുടുംബജീവിതത്തേക്ക് ഒന്ന് ബലപ്പെടുത്തുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ടവൾ പരിശുദ്ധ അമ്മ. മറ്റു വാക്കുകളില്, നീതിസൂര്യനായ ക്രിസ്തുവിന്റെ ഉദയത്തിന് മുമ്പ് ഉദിച്ചുയർന്ന ഉഷകാല നക്ഷത്രം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, വിശേഷിപ്പിക്കാറുണ്ടല്ലോ പരിശുദ്ധ അമ്മയെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈശോ രക്ഷകൻ എല്ലാ അർത്ഥത്തിലും പ്രഘോഷിക്കപ്പെടുന്നതിന് മുമ്പേ ഈ അമ്മയും പ്രഘോഷിക്കപ്പെടണം, ഈ അമ്മയും പ്രസിദ്ധിയാക്കപ്പെടണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ IMS അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഈ അമ്മയെ നമ്മൾ എല്ലാവർക്കുമായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഈ അമ്മയിലൂടെ ഈ ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിനെ നമ്മൾ അധികമായിട്ട് പരിചയപ്പെടുത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അമ്മ ഒറ്റയ്ക്കല്ല, അമ്മ പുത്രനോടൊപ്പം, വചനം മാംസം ധരിച്ച ഈശോയോടൊപ്പമാണ്. അതുകൊണ്ട് ഉഷകാല നക്ഷത്രമായവളെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കുമ്പോൾ, അമ്മയിലൂടെ രക്ഷകനായ ഈശോയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം കൂടുതൽ വിശുദ്ധി ഉള്ളതായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ ഹിതങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോൾ ഈ അമ്മയോടൊപ്പം ഇമ്മാനുവലായിട്ട് ദൈവം തന്നെ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്.
പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പരിശുദ്ധ അമ്മയെ എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ ചേർക്കുമ്പോൾ ഇമ്മാനുവലായിട്ട് കൂടെ വസിക്കുന്ന ശക്തനായ തമ്പുരാൻ നമ്മളിലേക്കും കടന്നു വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ അമ്മയെക്കുറിച്ച് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ലേ? ത്രിത്വൈക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായവള പരിശുദ്ധ അമ്മ എന്നത്. ത്രിത്വൈക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാ. പിതാവായ ദൈവത്തിന് തന്റെ രക്ഷാകര പദ്ധതിയിൽ ആവശ്യമായി വന്ന സ്ത്രീ, പുത്രനായ ഈശോയ്ക്ക് തന്റെ രക്ഷാകര പദ്ധതിയിൽ ആവശ്യമായി വന്ന ഒരമ്മ, പരിശുദ്ധാത്മാവായ ദൈവത്തിന് തന്റെ രക്ഷാകര പദ്ധതിയിൽ ആവശ്യമായി വന്ന മണവാട്ടി, അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വൈക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ പ്രിയങ്കരിയായി തീർന്ന വ്യക്തിത്വം അതാ പരിശുദ്ധ കന്യകാമറിയം, IMS അമ്മ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ വത്തിക്കാൻ സെക്കൻഡ് വിശേഷിപ്പിക്കുക ദ ഫസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ക്രിസ്ത്യൻ, ഏറ്റവും പരിപൂർണയായ ക്രിസ്ത്യാനി എന്ന വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയ, ഏറ്റവും ഫസ്റ്റ് ആയ ക്രിസ്ത്യാനി എന്ന വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനി ആരാണെന്ന് അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണണം. നീ ഒരു കുടുംബനാഥനാണെന്ന്, കുടുംബനാഥയായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അമ്മയെ നോക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൽ വചനം സ്വീകരിക്കുന്നു, സ്നേഹത്തിൽ ആ വചനത്തെ ഉൾക്കൊള്ളുന്നു, സേവനത്തിലൂടെ ആ വചനത്തെ പങ്കുവെച്ചു കൊടുക്കുന്നു. അവളാ പരിശുദ്ധ അമ്മ, അവളാ യഥാർത്ഥ ക്രിസ്ത്യാനി. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന ടൈറ്റിൽ എൻ്റെ മുമ്പിൽ തെളിയണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ തെളിയിക്കണമെങ്കിൽ ഞാനും ഇതുപോലെ വിശ്വാസത്തിൽ വചനം സ്വീകരിക്കണം, സ്നേഹത്തെ കൊണ്ട് ആ ഹൃദയത്തിൽ ആ വചനത്തെ ആവാഹിച്ചിരുത്തണം. എന്നിട്ട് എൻ്റെ പ്രവർത്തന ചലനങ്ങളിൽ പെരുമാറ്റങ്ങളിലെല്ലാം ഈ വചനത്തെ പ്രഘോഷിക്കുവാനായിട്ട്, പങ്കുവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? നമുക്ക് സാധിക്കണം. അതാ ഈശോ ആഗ്രഹിക്കുന്നത്, അതാ പരിശുദ്ധമ്മ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിന്റെ നിറവിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ നിറവിലേക്ക് വന്നപ്പോഴാണ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന അമ്മയെ നമുക്ക് കാണാൻ പറ്റിയത്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വലിയ കാര്യം ദൈവമായ കർത്താവ് ഈ സ്ത്രീയെ ഏൽപ്പിക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന അമ്മയെ നമ്മൾ കാണുകയാണ്. പുരുഷ സ്പർശനം ഏൽക്കാതെ നീ ഇപ്പോൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കും, ജോസഫിലല്ല നിനക്കൊരു കുഞ്ഞ് ഉദരത്തിൽ വരിക, മറ്റൊരു ദൈവിക പദ്ധതിയില എന്ന് പറയുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന അമ്മയെ നമ്മൾ കാണുകയാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോഴൊക്കെ തമ്പുരാൻ വ്യത്യസ്തമായ ചില വഴികളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിന്നു കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ, ജീവിതം വിട്ടുകൊടുക്കാൻ, സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ചിലപ്പോൾ താങ്ങാനാവാത്ത വേദനകള്, ചിലപ്പോൾ താങ്ങാനാവാത്ത അപമാനങ്ങള്, ചിലപ്പോൾ താങ്ങാനാവാത്ത രോഗങ്ങളിലൂടെ കർത്താവ് നമ്മളെ നയിക്കുമ്പോഴും ഈ അമ്മയിലേക്ക് നോക്കിക്കൊണ്ട് അതൊന്ന് സ്വീകരിക്കാനുള്ള ശക്തി സ്വീകരിക്കാൻ, അമ്മയെ മാതൃകയാക്കാൻ നമുക്ക് സാധിക്കണം. സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? സാധിക്കണം. സമർപ്പണം എന്ന വാക്കിന് ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം കൊടുത്ത ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതമെന്ന് നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ജീവിതം തീരെഴുതി കൊടുത്തു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തീരെഴുതി കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കുർബാനയൊക്കെ അർപ്പിച്ച് കൊന്തയൊക്കെ ചൊല്ലി കടന്നു പോകുമ്പോഴും ജീവിതം നമുക്ക് തമ്പുരാന് തീരെഴുതി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയിൽ പല നിമിഷങ്ങൾ നമ്മൾ ആയിരിക്കുന്നത്, പലപ്പോഴും എൻ്റെതായ ചിന്തകളിലാണ് ഞാൻ ജീവിക്കുന്നത്, പലപ്പോഴും എൻ്റെ പൊട്ടിത്തെറികളിൽ, എൻ്റെ ചീത്തവാക്കുകളിൽ, എൻ്റെതായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒളിത്താവളങ്ങളിൽ, ഒളിയിടങ്ങളിലൊക്കെ ഞാൻ നിന്നു കൊടുക്കുന്നത്. എന്നെ മുഴുവനായിട്ട് തുറന്നു പിടിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലല്ലോ. സ്വന്തം ജീവിത പങ്കാളിയുടെ മുമ്പിൽ പോലും എല്ലാം പരിപൂർണമായിട്ട് തുറന്നു പിടിക്കുവാനായിട്ട് ഇതാ ഞാനെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെതായിട്ടുള്ള ചില ഒളിത്താവളങ്ങൾ, ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടങ്ങളിലൊക്കെ എന്നെ ഞാൻ ഒളിപ്പിക്കുന്നില്ലേ? ചില സ്വാർത്ഥതകൾ, ചില ഈഗോ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഞാനങ്ങനെ ജീവിക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ നല്ല ക്രിസ്ത്യാനിയാ, ഞാൻ എൻ്റെ ജീവിതം അമ്മയെ പോലെ തീരെഴുതി കൊടുത്തിട്ടുണ്ട് എന്ന്? പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവം വിളിച്ച നിമിഷം മുതൽ
അവസാനിക്കുന്നത് വരെയും തീരെഴുതി കൊടുത്തതുപോലെ മുഴുവനായിട്ട് വിട്ട് സമർപ്പിച്ചത് ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ മാതൃകയാക്കുമ്പോൾ കുടുംബജീവിതത്തിൽ നിനക്ക് നിന്റെ ജീവിത പങ്കാളിയിലേക്ക് പരസ്പരം തീരെഴുതി കൊടുക്കുന്ന ജീവിതമായിട്ട് മാറുവാൻ, നിന്റെ മക്കൾക്ക് ഒരു അമ്മ അപ്പനെന്ന നിലയിൽ ജീവിതം തീരെഴുതി കൊടുക്കുവാനായിട്ട് സാധിക്കും. നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ ജീവിതം തീരെഴുതി കൊടുക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരസ്പരമുള്ള ഒരു സമർപ്പണം നിന്റെ കുടുംബ ദാമ്പത്യ ജീവിതങ്ങളിൽ നിനക്ക് എഴുതി ചേർക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് വിശുദ്ധി നിറയുന്ന, നന്മകൾ നിറയുന്ന കുടുംബങ്ങളാക്കി, വ്യക്തികളായിട്ട് നമുക്ക് മുന്നോട്ട് ചുവടുകൾ വെക്കുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഏറെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദമ്പതിമാര് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് സഭയ്ക്ക് ആവശ്യമാണ്. ജീവിതം തമ്പുരാന് തീരെഴുതി കൊടുക്കുന്ന, കളിപ്പിക്കുന്ന ജീവിതമല്ല. നമ്മൾ സാധാരണ പറയുന്നത് പോലെ പുറമേ ചിരിക്കുകയും ഉള്ളാലെ ഇറുമുകയും ചെയ്യുന്ന ജീവിതങ്ങളല്ല. വിശ്വാസിയാണെന്ന് വെറുതെ പറയുകയും എന്നാൽ വിശ്വാസത്തിന്റെ മേഖലകളൊക്കെ ജീവിക്കാതെ പോവുകയും ചെയ്യുന്ന ജീവിതമല്ല വേണ്ടത്. ഈശോ ശിഷ്യരോടൊത്ത് നടന്നു വരുമ്പോഴത്തേക്കും അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഉടനെ ശിഷ്യന്മാര് ചൂണ്ടിക്കാണിക്കുന്നു ഒരു അത്തിവൃക്ഷം. ഈശോയും ശിഷ്യനും അതിലേക്ക് പോകുന്നു. നിറയെ ഇലച്ചാർത്തുകൾ കണ്ടുകൊണ്ട് അതിൽ ഫലമുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടേക്ക് ചെന്നപ്പോൾ ഇലകൾ മാത്രമേ ഉള്ളൂ, പച്ചപ്പ് മാത്രമേ ഉള്ളൂ, ഫലങ്ങളൊന്നുമില്ല. ഈശോ അതിനെ ശപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകട്ടെ എന്ന് പറയുന്നുണ്ട്. ഫലം തരാതെ പോകുന്ന, മറ്റുള്ളവരെയൊക്കെ കബളിപ്പിക്കുന്ന ജീവിതങ്ങളായി. അങ്ങനെയുള്ളൊരു ക്രിസ്തീയ ജീവിതമാണോ എൻ്റേത്? അങ്ങനെയുള്ളൊരു ആത്മീയ ജീവിതമാണോ എൻ്റേത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ജീവിത പങ്കാളിയോട് പറയുമ്പോഴും ആ സ്നേഹം മുഴുവൻ വിട്ടുകൊടുക്കാതെ, തുറന്നു കൊടുക്കാതെ, അത് ചാലുകേറി വിടുകയൊക്കെ ചെയ്യുന്ന ഒളിത്താവളങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ള ജീവിത ദാമ്പത്യമാണോ? അങ്ങനെ കബളിപ്പിക്കുന്ന ദാമ്പത്യമാണോ? പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് പരസ്പരം സമർപ്പണം നടത്തുന്ന ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, വസ്തുതകളൊക്കെ വിവരിച്ചു കഴിയുമ്പോൾ ആത്മാവ് വരും, ശക്തി നിന്നിൽ നിറയും, അപ്പോൾ എല്ലാം സാധ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചപ്പോൾ നിന്റെ ഇഷ്ടം മാത്രം എന്നിൽ സംഭവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുക. 100%. പ്രിയപ്പെട്ടവരെ, ഒരു സമർപ്പണ ജീവിതത്തിന്റെ ഭാഗമൊക്കെയായിട്ട് അതിനെയൊക്കെ കാണുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നിടത്ത് ഒരു ആദ്യ വ്രതവാഗ്ദാനം നടത്തിയതുപോലെ നിന്റെ ഇഷ്ടം ഇനി നിറവേറട്ടെ, ഇനി എനിക്കിഷ്ടങ്ങളില്ല എന്ന് പറയുമ്പോൾ നിത്യവ്രതം വാഗ്ദാനം നടത്തിയവളെ പോലെ അമ്മ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെയും ജീവിതങ്ങളെ ബലപ്പെടുത്തി എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത്. മർക്കോസ് മറിയത്തെ നാം വണങ്ങുന്നു, കാരണം അവൾ ദൈവ മാതാവാണ്. നാം സ്നേഹിക്കുന്നു, ക്രിസ്തുവിന്റെ സഭയുടെ ആത്മീയ മാതാവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവൾ നമ്മുടെ മധ്യസ്ഥയായതുകൊണ്ട് ഈ ദൈവമാതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തി എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് വരാനായിട്ട് സാധിക്കട്ടെ. ആദ്യ അധ്യായം 1-ാം അധ്യായം 29 മുതലുള്ള വചനങ്ങൾ. യേശു സിനഗോഗിൽ നിന്നും ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമിയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമിയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു വന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചു ബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതുക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചെന്ന് വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നു കൊണ്ട് സംസാരിക്കുവാൻ അവൻ അവരെ അനുവദിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്താം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, സൗഖ്യം നൽകുക, പ്രാർത്ഥിക്കുക, പ്രഘോഷിക്കുക.
കർത്താവ് രക്ഷകനുമായി ഈശോയുടെ അനുദിന ജീവിതത്തിന്റെ പ്രത്യേകത ഇത് മാത്രമാണെന്ന് നമ്മൾ കണ്ടെടുക്കുന്നുണ്ട്. സൗഖ്യം കൊടുക്കുക, പ്രാർത്ഥിക്കുക, പ്രഘോഷിക്കുക. സൗഖ്യദായകനായ യേശുവിനെ നമ്മൾ മർക്കോസിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. അവിടെ അവിടുന്ന് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. അതിനുശേഷം സിനഗോഗിൽ പ്രസംഗിച്ചതിനൊക്കെ ശേഷമായിട്ട് ശിമയോന്റെ ഭവനത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. യേശുവിന്റെ വചനവും യേശുവിന്റെ സ്പർശനവും തുടർന്ന് പനി പിടിച്ചു കിടന്ന ആ മകൾക്ക് അമ്മയ്ക്ക് സൗഖ്യം നൽകുന്നത് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ശിമയോന്റെ അമ്മായിയമ്മ ഈശോ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ പനി മാറി ഊർജ്ജസ്വലതയോടെ പിന്നീട് അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു. പറയുന്നുണ്ട്, അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. അതുവരെയും രോഗിണിയായിട്ട് കിടന്നവള് ഈശോയുടെ കരസ്പർശനത്താലും ഈശോയുടെ വചനത്താലും സുഖപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൾ ഊർജ്ജസ്വലതയോടെ എഴുന്നേറ്റ് അവരെ സൗഖ്യപ്പെടുത്തിയവനെയും അവന്റെ ശിഷ്യരെയും ശുശ്രൂഷിക്കുന്നത് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവില് നിന്റെ ജീവിതത്തിന് ആവശ്യമായ സൗഖ്യം, നിന്റെ ജീവിതത്തിന് ആവശ്യമായ ഊർജ്ജസ്വലത നിനക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനാൽ കരം പിടിക്കപ്പെടുവാൻ, അവന്റെ വചനത്താൽ സ്പർശിക്കപ്പെടുവാൻ നിന്നെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. കർത്താവിനാൽ സ്പർശിക്കപ്പെടുവാനും കർത്താവിന്റെ വചനത്താൽ സ്പർശിക്കപ്പെടുവാനും എന്നെ വിട്ടുകൊടുക്കുമ്പോൾ, വചന ശുശ്രൂഷയ്ക്ക് മുമ്പിൽ, വചനത്തിന് മുമ്പിൽ ക്രിസ്തു എഴുന്നള്ളി വരുന്ന കൂദാശകളിലേക്ക് എന്നെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അവൻ എന്നെ സ്പർശിക്കും, അവൻ എന്നോട് സംസാരിക്കും. എനിക്ക് ഊർജ്ജസ്വലതയോടെ എഴുന്നേൽക്കുവാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ, എൻ്റെ ശുശ്രൂഷകളിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവൻ പലർക്കും രോഗസൗഖ്യം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്പർശനത്തിലൂടെ ഈശോ എല്ലാവരെയും സൗഖ്യപ്പെടുത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ. സൗഖ്യമാണ് പ്രധാനപ്പെട്ടത് എന്നത് നമ്മൾ ഓർക്കുക. അതിനുവേണ്ടി ആദ്യം ഭവനത്തിന്റെ വാതിലുകൾ തുറന്നിടണം. ഇപ്പോൾ പനി പിടിച്ചു കിടക്കുന്ന ശിമയോന്റെ ഭവനം ഈശോയ്ക്ക് വേണ്ടി മലർക്ക് അവർ തുറന്നു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ എൻ്റെ ഹൃദയത്തിന്റെ, എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ നൊമ്പരങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഈശോയ്ക്ക് കടന്നു വരാൻ ഞാൻ അതെല്ലാം തുറന്നു പിടിക്കണം, തുറന്നിടണം. നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളിലേക്കും രോഗങ്ങളിലും നിറയുന്ന ജീവിതങ്ങളിലേക്ക് ഈശോയ്ക്ക് വരാൻ മാത്രം നിന്റെ വാതിലുകളെ നിനക്ക് തുറന്നു പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? വെറുതെ എൻ്റെ രോഗം മാറ്റണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈശോയ്ക്ക് വരാൻ സാധിക്കുന്ന രീതിയിൽ നിന്റെ ഹൃദയവാതിലുകളെ തുറന്നിട്ട് കൊടുക്കുവാനായിട്ട്, കാത്തിരിക്കുവാനായിട്ട്, എന്താ പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ലളിതമാണ് അവന്റെ പ്രവൃത്തികള്. സംസാരിക്കുന്നു, അടുത്തു ചെല്ലുന്നു, കൈക്ക് പിടിക്കുന്നു, സുഖപ്പെടുത്തുന്നു. രോഗങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കുമാണ് അവന്റെ നോട്ടമെന്ന് ഓർത്തിരിക്കുക. ക്രിസ്തുവിന്റെ നോട്ടം നിന്റെ രോഗങ്ങളിലേക്കാണ്, നിന്റെ വേദനകളിലേക്കാണ്, നിന്റെ കടഭാരങ്ങളിലേക്കാണ്, നിന്റെ എല്ലാ അയോഗ്യതകളിലേക്കും തന്നെ ഈശോ നോട്ടമെറിയുന്നത് അവിടങ്ങളിലേക്കാണ്. നീ എത്ര പാപം ചെയ്തു എന്ന് കണക്ക് വെച്ചുകൊണ്ട് നിന്നെ ശിക്ഷിക്കുവാനായിട്ടല്ല അവിടുന്ന് തത്രപ്പെടുന്നത്. മറിച്ച് നിന്റെ കുറവുകളിലേക്ക്, നിന്റെ രോഗങ്ങളിലേക്ക്, നിന്റെ സഹന നൊമ്പരങ്ങളിലേക്ക്, ഭാരങ്ങളിലേക്ക് ഈശോ ചാഞ്ഞിരിക്കുന്നത്, ചേർന്നിരിക്കുന്നത്. അവൻ്റെ നോട്ടം അവിടേക്കാണ് കടന്നു വരുന്നത് എന്നോർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ്റെ വേണ്ടി വാതിലുകൾ തുറന്നിടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സായാഹ്നമായപ്പോഴേക്ക് രോഗികളെയും കൊണ്ട് അനേകര് പത്രോസിന്റെ വാതിൽപ്പടിക്കൽ വന്ന് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വചനം സാക്ഷിക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് പിശാചുബാധിതരെ ഒക്കെ രോഗികളെയൊക്കെ കൂട്ടിക്കൊണ്ട് അവരെല്ലാവരും പത്രോസിന്റെ വാതിൽക്കലേക്ക്, ആ വാതിൽപ്പടിയിലേക്ക് തള്ളിക്കയറി വരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, പത്രോസിന്റെ ഭവനത്തിലേക്ക്, അവന്റെ വാതിൽപ്പടിയിലേക്ക് ഈ ജനമെല്ലാം രോഗികളും ഒക്കെ ആയിട്ട് കടന്നു വരുന്ന എന്തിനാ? പത്രോസിനെ കാണാനല്ല, പത്രോസിന്റെ അമ്മായിയമ്മയെ കാണാനല്ല, അവിടെ സുഖപ്പെടുത്തുന്ന, അവിടുന്ന് ശക്തി പകർന്നു കൊടുത്ത് ജീവിതത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തുവിനെ കാണുവാനായി, രക്ഷകനെ കാണുവാനായിട്ട് ഈശോയുടെ അടുത്തേക്ക് അവരെല്ലാവരും ഓടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ള വലിയ ഒരു ആത്മീയ ചിന്ത, വലിയൊരു ദൈവശാസ്ത്ര ചിന്തയൊക്കെ പകർന്നു തരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്.
നമ്മുടെ ഇടവകകളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, ഈ കൂടാരത്തിലേക്കുമൊക്കെ അനേകർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇവിടുത്തെ അച്ഛന്മാരെ ജസ്റ്റ് കാണുവാൻ വേണ്ടിയിട്ടല്ല, അവരെന്തോ കൊടുക്കുന്നു, വാരിക്കൊടി കൊടുക്കുന്നു എന്നുള്ളതല്ല. ഇവിടുത്തെ ആത്മായ ശുശ്രൂഷകരെ കാണുവാൻ വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ കൗൺസിലർമാരെ കാണുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരിലൂടെയൊക്കെ പ്രവർത്തന നിരതനാകുന്ന ക്രിസ്തുവിനെ, രക്ഷകനെ കാണുവാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഈശോയിലൂടെ, ഈ മക്കളിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട് അവന്റെ കരുണ, അവന്റെ കരുതൽ, അവന്റെ ആർദ്രത. അത് അനുഭവിക്കുവാനായിട്ട് സഭയുടെ വാതിലുകൾ നമുക്ക് തുറന്നു പിടിക്കാനായിട്ട് സാധിക്കണം. മാമോദീസ എന്ന കൂദാശയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ, കുർബാന എന്ന കൂദാശയിലൂടെ, വിവാഹ ജീവിതം എന്ന കൂദാശയിലൂടെ ഒക്കെ, പൗരോഹിത്യം എന്ന കൂദാശകളിലൂടെ ഒക്കെ സഭയുടെ ഭാഗമായി തീർന്ന, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ നിറയുന്ന നമ്മളെ കാണാൻ മാത്രമല്ല അവർ വരിക എന്ന തിരിച്ചറിവ് എനിക്കും നിനക്കും ഉണ്ടാകണം. നമ്മളിലൂടെ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിലെ വാക്കും പ്രവൃത്തിയും ഒക്കെ എൻ്റെ ഈശോയുടെ വാക്കും പ്രവൃത്തിയുമായിട്ട് ഈശോയെ അറിയാത്തവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. എന്നെ കാണുന്നവരൊക്കെ ഈശോയെ കാണുന്നവനാണ് എന്ന ചിന്ത എത്ര പേർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും? പരിശുദ്ധ അമ്മ ഈശോയും കൊണ്ട് എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എലിസബത്ത് മാത്രമല്ല, അവളുടെ ഉദര ശിശു തന്നെ കുതിച്ചു ചാടിയത് നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈശോയുടേതായവാൻ നമുക്ക് സാധിക്കണം, ഈശോയും കൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നീ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ഒരു വലിയ സന്തോഷത്തിന്റെ കുതിച്ചുചാട്ടം നിനക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ നിന്നിൽ ഈശോയുണ്ട്, നീ ഈശോയെ കൊടുക്കുന്നുണ്ട്. നിന്റെ ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ നിന്നെ കാണുമ്പോൾ ഭർത്താവിന് അതുവരെയുള്ള അധ്വാനത്തിന് ക്ഷീണമൊക്കെ മാറിപ്പോകുന്നുണ്ട്, അവനൊരു വലിയ സന്തോഷം കിട്ടുന്നുണ്ടെന്ന് വരികിൽ നിന്നിലെ കുടുംബനാഥയിലെ ഈശോയുണ്ട്, ഈശോയുടെ ആത്മാവുണ്ട് എന്ന തിരിച്ചറിവില് പ്രിയപ്പെട്ടവരെ ഈശോയുടേതായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്ത് ഈ ലോകത്തിൻ്റെതല്ലാതെ ഈ ലോകത്ത് സ്വർഗത്തിൻ്റെതായിട്ട് ജീവിക്കാനായിട്ട് ഞാനും നീയും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആത്മാവിൻ്റെ നിറവില് ജ്വലിച്ചുയരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആത്മാവ് എഴുന്നള്ളുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന മേഖലകളിലൊക്കെ നിനക്ക് ക്ലാരിറ്റി കിട്ടും, നിനക്ക് തെളിച്ചം കിട്ടും, നിനക്ക് ബോധ്യം കിട്ടും. അങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. അവൻ്റെ സിമ്പിളായ പ്രവർത്തികൾ അത് സൗഖ്യമാണ്, പ്രാർത്ഥനയാണ്, പ്രഘോഷണമാണ്. സൗഖ്യത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകട്ടെ. എത്രയോ പ്രഭാതങ്ങളിൽ വചനത്തിൽ തന്നെ അവൻ ഉണർന്ന് അതിരാവിലെ പ്രാർത്ഥിക്കാൻ പോകുന്നു, രാത്രിയിൽ അവൻ വൈകി പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവുമൊക്കെ ആയിട്ട് ഈശോ ചെയ്ത ഓരോ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മുമ്പ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നത്, നെടുവേർപ്പെടുന്നത് ഒക്കെ അവൻ്റെ പ്രാർത്ഥനയായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ട് ഒരു കവചം തീർക്കുവാൻ, സ്തോത്രം കൊണ്ട് ഒരു കവചം തീർക്കുവാൻ, ആരാധന കൊണ്ട് ഒരു കവചം തീർക്കുവാൻ എനിക്കും നിനക്കുമൊക്കെ സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വർഗത്തോളം ഉയർത്തപ്പെടുന്നവരായിട്ട് മാറുക, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് പരിശുദ്ധ അമ്മയെപ്പോലെ മാറുവാൻ നമുക്ക് സാധിക്കുക. ഈശോ തൻ്റെ ദൗത്യം കൂടി മറന്നു പോകുന്നില്ലല്ലോ. നിങ്ങൾ ദൈവരാജ്യത്തെ എപ്പോഴും പ്രഘോഷിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുന്ന ഈശോ. ഈശോയുടെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത സ്നേഹത്തിന്റെ അന്തരീക്ഷം തീർക്കൽ മാത്രമാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചില്ലേ? ശിഷ്യരുടെ പൊടിപിടിച്ച പാദങ്ങളോളം കുനിഞ്ഞിരുന്നിട്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയുടെ സ്നേഹത്തിന്റെ മാതൃക കാണിച്ചു കൊടുക്കുന്ന ഈശോയെ പോലെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമുക്കും ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ലോകത്തിൻ്റെതല്ല ഇവൾ എന്ന് മറ്റുള്ളവർ പറയുക. ഇവനിൽ ഒരു ദൈവീകതയുണ്ട്, ഇവളിൽ ഒരു ദൈവീകതയുണ്ട്, ഇവൾ സ്വർഗം കണ്ട് ജീവിക്കുന്നവളാ, ഇവൾ സ്വർഗം കണ്ട് ജീവിക്കുന്നവളാണെന്നുള്ള ചിന്തയിൽ മറ്റുള്ളവർക്ക് ഈശോയിലേക്ക് നമ്മളിലൂടെ വരുവാനായിട്ട് സാധിക്കുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആരാധനയുടെ നിമിഷങ്ങളിൽ വീണ്ടും നമുക്ക് ഈ ചിന്തകളെയൊക്കെ പ്രാർത്ഥനയായിട്ട് കൊടുക്കുവാൻ സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് എൻ്റെ ജീവിതം തീരെഴുതി കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമോ? ത്രിത്വൈക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറുവാൻ അമ്മയെപ്പോലെ എനിക്ക് സാധിക്കുമോ?
പ്രിയപ്പെട്ടവരെ, സാധിക്കുക തന്നെ ചെയ്യണം എന്ന ഓർമ്മയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഈ ശുശ്രൂഷയിലൂടെ അനേകര് സുഖപ്പെടുന്നു, ഈ ശുശ്രൂഷയിലൂടെ അനേകര് വിടുതൽ പ്രാപിക്കുന്നു, ഈ ശുശ്രൂഷയിലൂടെ അനേകം കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയുന്നുണ്ട്. അത് തിരിച്ചറിയുക, അവനിൽ വിശ്വസിക്കുക, അവനിൽ വിശ്വസിക്കുക, അവനിൽ വിശ്വസിക്കുന്നവനായിട്ട് മാറുക. നമുക്ക് ഒരു നിമിഷം എഴുന്നേൽക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ ഈ നിമിഷങ്ങളിലെല്ലാം നമ്മൾ നിറയപ്പെടുകയായിരുന്നു. നാം കർത്താവിന് സ്വന്തമാകുന്നു. ദൈവത്തിലേക്ക് വരിക, അവൻ നമ്മളിലേക്ക് വരുമല്ലോ. യാക്കോബ് 4:8. നമ്മൾ ദൈവത്തിലേക്ക് വന്നു. ഈ വചന കൂടാരത്തിലേക്ക് വന്ന ഓരോരുത്തരും, ഈ വചന ശുശ്രൂഷ ശ്രമിച്ച ഓരോരുത്തരും ഈശോയിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ മുതൽ ഈശോ നിങ്ങളിലേക്ക് വരികയാണ്. ഇപ്പോൾ മുതൽ ഈശോയുടെ അഭിഷേകം നിങ്ങളിലേക്ക് വരികയാണ്. ഇപ്പോൾ മുതൽ ഈശോയുടെ സൗഖ്യം നിങ്ങളിലേക്ക് വരികയാണ്. ഇപ്പോൾ മുതൽ ഈശോയുടെ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പോൾ മുതൽ കർത്താവിൻ്റെ സ്നേഹ വിശുദ്ധി നിങ്ങളായിരിക്കുക. കരങ്ങൾ ഉയർത്താൻ നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. എന്നെ സ്നേഹിച്ച് എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ ഞാൻ അങ്ങേ സ്തുതിക്കുന്ന ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അധരങ്ങൾ തുറന്ന് സ്വരങ്ങൾ തുറന്ന് കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, സ്തുതി, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശു ആരാധന. പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹങ്ങൾ ഈ മക്കളിലേക്ക് വർഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നന്ദി, യേശു ആരാധന, യേശു നന്ദി, യേശു നന്ദി, യേശു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.